മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 26/12/2001 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഭരണിയാണ് നക്ഷത്രം. ഭരണി 4-ാം പാദം. സ്ത്രീ ജാതകമാണിത്. ചിങ്ങലഗ്നം. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ഗുളികൻ. 5-ൽ സൂര്യൻ, ബുധൻ, കേതു, ശുക്രൻ. 6 ശൂന്യം. 7-ൽ വിവാഹസ്ഥാനത്ത് ചൊവ്വ അഥവാ കുജൻ. 8 ശൂന്യം. 9-ൽ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ. 10-ൽ ശനി. 11-ൽ വ്യാഴം, രാഹു. 12 ശൂന്യം. ഇതാണ് ഈ വ്യക്തിയുടെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായി വളരെയധികം നെഗറ്റീവ്സ് ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ഡിവേഴ്സിലേക്ക് പോവുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. എന്തുകൊണ്ടാണ് അങ്ങനെ? ചിങ്ങലഗ്നം. ചിങ്ങലഗ്നത്തിന് കുറേയധികം സവിശേഷതകളുണ്ട്. അതായത് മുൻകോപം, വാശി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിങ്ങലഗ്നം ഒരല്പം മുന്നോട്ട് നിൽക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരും. ലഗ്നാധിപനായ ഗ്രഹമാകട്ടെ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊപ്പം, ശുക്രനോടൊപ്പം, ബുധനോടൊപ്പം ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയിലും നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സഞ്ചരിക്കേണ്ടതായി വരും എന്നൊരു സൂചനയാണത്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ വിവാഹ സ്ഥാനത്ത് 7-ൽ കുജൻ. കുജൻ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നത് ഒന്നാമത്തെ കാരണം. 2, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി 10-ൽ നിൽക്കുന്നു, രാഹുവിൻ്റെ 12-ാം ദൃഷ്ടിയേറ്റ്. അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹമാകട്ടെ ശുക്രൻ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ 7-ാം സ്വാഭാവിക ദൃഷ്ടിയിൽ ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയിലും നിൽക്കുന്നു. വിവാഹ സംബന്ധമായിട്ട് ഈ ഗ്രഹനില വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. താരതമ്യേന നേരത്തെ വിവാഹ ജീവിതം നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു എന്നിരുന്നാൽ തന്നെയും വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അലോസരപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും വിവാഹ മോചനം നേടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഗ്രഹനിലയിലെ കഠിനാവസ്ഥയെക്കുറിച്ച്, പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കഠിനാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ശത്രുവായ സൂര്യനോടൊപ്പം ഗുളികൻ്റെ ദൃഷ്ടിയിലും കൂടെ നിന്നു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്ക് വിവാഹ ജീവിതം ഒരല്പം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. 7-ലാകട്ടെ ശനിയുടെ ക്ഷേത്രത്തിലാണ് കുജൻ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി രാഹുവിൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു. ഇതൊന്നും തന്നെ വിവാഹ സംബന്ധമായിട്ട് നല്ലതേ അല്ല എന്ന് പറയേണ്ടി വരും. ഇത്തരക്കാർക്ക് പൊതുവേ ഈ ചിങ്ങലഗ്നമായതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് പൊതുവേ ക്ഷമാശീലം ഒരല്പം കുറവായിരിക്കും. അതല്ല എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സൊരല്പം കുറവായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് 10-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് എന്ന് പറഞ്ഞു. 7-ാം ഭാവാധിപനിലേക്കാകട്ടെ കുജൻ തൻ്റെ 4-ാം ദൃഷ്ടി നടത്തുന്നുണ്ട്. കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 4, 7, 8 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ്. അപ്പോൾ കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് 1, 2, 3, 4. അതുപോലെ തന്നെയാണ് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ 3, 7, 10. അപ്പോൾ ശനിയുടെ 10-ാം ദൃഷ്ടി കുജനിലേക്കും വന്നു കഴിഞ്ഞു. ഇത് രണ്ടും തന്നെ ഒട്ടും നല്ലതല്ല. തീയും കാറ്റും പോലെ ഇരിക്കും. അഗ്നിമാരുതം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കണം. ഇത്രയും നെഗറ്റീവ്സ് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. പ്രത്യേകിച്ചും 7-ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു. ആ കുജൻ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനിയെ ദൃഷ്ടി ചെയ്യുന്നു. ആ ശനിയാകട്ടെ പരസ്പരം ദൃഷ്ടിയിൽ കുജനെയും ദൃഷ്ടി ചെയ്യുന്നു. വിവാഹകാരകനാകട്ടെ ശത്രുവായ സൂര്യനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ഗുളികൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു. അപ്പോൾ ചെറിയ കാഠിന്യമൊന്നുമല്ല വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഗ്രഹനിലയിൽ ഉള്ളത്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയൊക്കെ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ, ഇതിന് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് ഉത്തമമായി ചേർക്കാൻ പറ്റുന്ന ഗ്രഹനിലയൊക്കെ ചേർത്ത് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ അടിക്കടി ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും വിട്ടുപോകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ
ലൂടെ അങ്ങ് മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ കൃത്യമായ ഗ്രഹനിലാ പരിശോധനയോ ആൾപ്പൊരുത്തമോ അല്ലെങ്കിൽ ഗ്രഹനിലാ പരിശോധന എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. നടത്താതെ പോയി കഴിഞ്ഞാൽ അത് പരാജയപ്പെടാനുള്ള സാധ്യത തുലവും കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിച്ചതും. 2001 എന്ന് പറയുമ്പോൾ എത്ര പ്രായമുണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ശുക്രദശയിലായിരുന്നു ജനനം. ഭരണിയാണ് നക്ഷത്രം. അപ്പോൾ ശുക്രദശ 2006 വരെ, അതിനുശേഷം സൂര്യദശ 2012 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം 2029 വരെ കുജദശ അഥവാ ചൊവ്വദശ, അതിനുശേഷമാണ് രാഹുദശ കടന്നു വരുന്നത്. രാഹു നിൽക്കുന്നത് 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴത്തോടൊപ്പമാണ് രാഹു നിൽക്കുന്നത്. ഗുരു ചണ്ഡാള യോഗമെന്നും ഇതിനെ പറയാം. എന്ന് വച്ചാൽ വെറി പിടിച്ച ഒരുതരം മനസ്സ് ഈ വ്യക്തിക്കുണ്ടാകും. ഞാൻ പിടിച്ച കാര്യങ്ങൾ മാത്രമേ ജയിക്കാവൂ, ഞാൻ പിടിച്ചത് മാത്രമേ എല്ലാവരും അനുസരിക്കാവൂ എന്ന് പറയുന്ന പോലെയുള്ള വെറി പിടിച്ച ചിന്താഗതികൾ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ചും സിംഹലഗ്നവുമാണ്. ലഗ്നാധിപനാകട്ടെ കേതുവിനോടൊപ്പം ഗുളികൻ്റെ ദൃഷ്ടിയിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുമ്പോൾ 5ാം ഭാവാധിപൻ വ്യാഴം രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഇത്തരം ചിന്താഗതികൾ എന്ന് വെച്ചാൽ ഏതാണോ ചിന്തിക്കേണ്ടത് അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് ചിന്തകൾ ഓടിയെത്തുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടാകാം. അതുണ്ട്, അതെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മനഃപൂർവ്വമായി മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാനായിട്ടോ അലോസരപ്പെടുത്താനായിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. അറിയാതെ ചിന്തകൾ അങ്ങനെ ഓടിയെത്തുന്നു എന്ന് മാത്രമാണ് അതിനുള്ള ഉത്തരം. കൃത്യമായി ലഗ്നത്തെ കൊണ്ടും കൃത്യമായി 5ാം ഭാവവും എടുത്ത് പരിഹാരങ്ങൾ ചെയ്തു പോവുകയാണ് എങ്കിൽ ഈ വ്യക്തിയുടെ ചിന്താഗതിയിൽ പോലും കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിക്കും. അതുവഴി ഗുണാനുഭവങ്ങളും ജീവിതത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ലഗ്നം പ്രശ്നമാണ്, അതുപോലെ തന്നെ 5ാം ഭാവവും പ്രശ്നമാണ്. 5ാം ഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനമാണ്, അതുപോലെ തന്നെ സന്താന സ്ഥാനവുമാണ്. ലഗ്നം ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ കൃത്യമായി ഈ 2 ഭാവങ്ങളെ കറക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയാൽ ഒരുവിധം വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ, അത് ഇനിയൊരു വിവാഹം നടന്നാൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങളെയാണ് പറയുന്നത്. 7 കുജനാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനോട് ഉത്തമമായി ചേരുന്ന ഗ്രഹനിലകൾ മാത്രം ചേർത്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നും സാരം. പറഞ്ഞു വന്നത് രാഹുദശ ഇദ്ദേഹത്തിന് 2047 വരെ 18 കൊല്ലക്കാലം നീളുന്ന രാഹുദശ ഇനി വരാൻ പോകുന്നുണ്ട്. അതിന് ശേഷമാണ് വ്യാഴദശ എന്ന് പറയുന്നത് 2063 വരെ. ശേഷം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് കുജദശയിൽ ശനിയുടെ അപഹാരമാണ്. കുജദശയിൽ ശനി, എങ്ങനെയുള്ള ശനി, എങ്ങനെയുള്ള കുജൻ? 7 വിവാഹസ്ഥാനത്ത് നിൽക്കുന്ന കുജൻ ശനിയിലേക്ക് അഗ്നിമാരതം എന്ന് പറയുന്ന അവസ്ഥയിൽ ദൃഷ്ടി ചെയ്യുന്ന കുജൻ. അതുപോലെ തന്നെ എങ്ങനെയുള്ള ശനി? 7 നിൽക്കുന്ന കുജനിലേക്ക് 10ാം ദൃഷ്ടി നടത്തുന്ന ശനി. അല്പം ടഫായിട്ടുള്ള, അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോഴെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന പ്രായോഗികമായ മുന്നൊരുക്കങ്ങൾ നടത്തി ചിന്താശേഷിയോടെ, അനാവശ്യമായിട്ടുള്ള വാശികളൊക്കെ ഒഴിവാക്കി ചിന്താശേഷിയോടെ ഇത്തരം സമയങ്ങളിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ജാഗ്രതയോടെ തീരുമാനങ്ങൾ എടുക്കുക. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതിൽ വീഴാതെ ചിന്തിച്ച് ഉറപ്പിച്ച് ശരിയാണെന്ന് ഉത്തമ ബോധ്യം വന്ന ശേഷം മാത്രം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാനും കഴിയും. ഇത്തരം ഗ്രഹനിലകൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട്. വളരെ ചെറിയ പ്രായമാണ്. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോകുന്ന വഴി അതിനുള്ള ഗുണാനുഭവങ്ങൾ ആ വ്യക്തിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.